പ്രയർ സ്റ്റാർട്ട് ചെയ്താലോ? Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Okay, we can start. Prayer ഒക്കെ കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞില്ല മാം. Okay, then start please. Who is going to do prayer? Opportunities ഒന്ന് മിസ് ചെയ്യല്ലേ, please. Okay, ma'am. Dear God, please keep me happy today. Help me to be bright, cheerful day. Help me to do the things you want me to be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness. And keep us all in happiness. Thank you, ma'am. Ma'am, thought of the day. Today's August 7th, 2025 is primarily known as National Handloom Day in India. Here why this day is important: honoring weavers. Each day is acknowledge and appreciate the skilled handloom weavers across India and their contributions to the nation's cultural heritage and economy. Promoting handlooms. It highlights the importance of the handloom sector for sustainable fashion and encourages the use of handloom products. ദേശീയ കൈത്തറി ദിനം 2025. ഇന്ന് 2025 ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനം എന്നറിയപ്പെടുന്നു. ഈ ദിവസം പ്രധാനമാകുന്ന കാരണങ്ങൾ ഇതാ: നെയ്ത്തുകാരെ ആദരിക്കൽ, ഇന്ത്യയിലുടനീളമുള്ള വൈദഗ്ധ്യമുള്ള കൈത്തറി നെയ്ത്തുകാരെയും രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനുമുള്ള ഒരു ദിനമാണിത്. കൈത്തറി പ്രോത്സാഹിപ്പിക്കൽ. സുസ്ഥിര ഫാഷനിൽ കൈത്തറി മേഖലയുടെ പ്രാധാന്യം ഇന്ന് എടുത്തു കാണിക്കുകയും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. Thought by Roshni. Thank you. Have a nice day. Very good, Roshni. Informative, and we should respect them. കാരണം അവർ അത്രയും ഒരു സിസ്റ്റത്തിന് എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ സ്കില്ല് ഫുള്ളായിട്ട് ഒരു 100% അവരുടെ സ്കില്ല് അതിലേക്ക് അപ്ലൈ ചെയ്യുവാണ് അല്ലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് എനിത്തിങ് എൽസ്? ഓക്കെ, സോ നമ്മളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ അസൈൻമെന്റ്സ് ഒക്കെ എല്ലാം ഒന്നും പാതി വഴിയിലല്ലല്ലോ, എല്ലാം ഇങ്ങനെ കുറേശ്ശെയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ ലൈക്ക് ഓക്കെ, ദെൻ എന്താ പറയാ, റെക്കോർഡ് റൈറ്റിംഗ്, അത് 4 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് വീക്ക് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം. നിങ്ങൾക്ക് 5th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്, അതൊരു റെക്കോർഡ് എഴുതിയതിന്റെ സ്കാൻഡ് കോപ്പി PDF ഷെയർ ചെയ്യും. അത് നോക്കി കോപ്പി ചെയ്യുക. അതിന്റെ ടൈറ്റിലിനനുസരിച്ച് പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. കുറച്ച് പിക്ചേഴ്സിന്റെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുക.
നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വരച്ച് കളർ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ അങ്ങനെ ഒരു പേജിൽ തന്നെ 3-4 പിക്ചേഴ്സ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. എല്ലാം ഒറ്റ പേജിലായിട്ട് പിക്ചേഴ്സ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഫൈൻ. ദെൻ കംസ് ടു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? No, ma'am. No topic discussion. Okay, here is your topic. Single child or two and above. Which one is better? നമുക്കത് ശരിക്കും ഒരു ഡിബേറ്റ് പോലെയാണ് നടത്തേണ്ടത്. 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ലിമിറ്റഡ് പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു പെർഫോം. സോ നിങ്ങളുടെ അഭിപ്രായം വ്യൂസ് പിന്നെ നമ്മുടെ റൂൾസ് ഫ്രം ദ ബിഗിനിങ്. ഒരാള് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഒന്ന് മ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും സംസാരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും സംസാരിക്കാം. വി ഹാവ് ഇനഫ് ടൈം. സോ പറയുക എന്തുകൊണ്ട് ആ ഒരു അങ്ങനെ അതാണ് ബെറ്റർ എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം. യു ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഓർ യു ക്യാൻ ഷെയർ യുവർ വ്യൂസ്. ഓക്കെ പ്ലീസ്. ടോപ്പിക് മനസ്സിലായല്ലോ? Of course, ma'am, 2 child ഉണ്ടാവുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികളിൽ ഷെയറിംഗ് എന്നുള്ളൊരു മെന്റാലിറ്റി ഇമ്പ്രൂവ് ആക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എൻ്റെ മക്കളെ കാര്യമായിക്കോട്ടെ, അതുവരെ അവർ ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ രാജാവ് എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ പിന്നെ സെക്കൻഡ് ആയിട്ട് ഒരാൾ വരുമ്പോൾ അവർ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. ആ വീട്ടിൽ നിന്ന് പഠിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അവരിപ്പോൾ ഒരു പബ്ലിക്ക് പോയാലും ആരെങ്കിലും അവരുടെ ഒരു കാര്യം അല്ലെങ്കിൽ ടോയ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അവർ ഷെയർ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് അവരെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ ലെറ്റ് ഇറ്റ് ബി കൂൾ. അവരങ്ങനെ എടുക്കാനായിട്ട് ശീലിക്കുന്നത് വീട്ടിൽ നിന്നായിരിക്കും. കാരണം ഓഫ് കോഴ്സ് വീട്ടിൽ ഇളയ ആൾക്കാർ വരുമ്പോൾ മൂത്ത ആൾക്കാർ കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇവിടെ എൻ്റെ മോളും അങ്ങനെയാണ്. കാരണം അവൾ എന്തെടുക്കുമ്പോൾ വാവക്ക് അത് വേണ്ടി വരും. ആദ്യം അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ അവളത് അഡ്ജസ്റ്റ് ആയി. ഇപ്പൊ അവൾക്ക് വേണ്ടി വരും അമ്മ, ഇപ്പം വരും എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി. അവൾക്കിപ്പൊ ഇങ്ങനെ അറിയാം. അപ്പൊ അത് കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റ് ആവുന്നുണ്ട് അങ്ങ് മൈൻഡ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 2 ചൈൽഡ് ഉണ്ടാവുന്നതായിരിക്കും നല്ലത്. ഓക്കെ അമൃത. സോ അമൃതയുടെ അഭിപ്രായത്തിൽ 2 kids എങ്കിലും വേണം, അതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. ഷെയറിംഗ് ആണ് അമൃത ഹൈലൈറ്റ് ചെയ്തത്. അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ലൈഫിൽ അവരെ മുന്നോട്ട് പോകുമ്പോൾ അഡൽട്ട് ആകുമ്പോഴും അവര് ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യും. ഓക്കെ നെക്സ്റ്റ്. ഞാൻ പറയാം. 2 അതിൽ കൂടുതലാവോ ഒന്നും കുഴപ്പമില്ല മാം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു കുട്ടിക്ക് തന്നെ അധികം ചെലവുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം 2 കുട്ടി കൂടുതൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ചെലവുകളുടെ അടിസ്ഥാനത്തിൽ പറയാം. എനിക്ക് അറിയത്തില്ല, എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. എന്നാലും ഞാനങ്ങ് പറയുക, ഒന്നായാൽ നമുക്ക് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ എല്ലാം ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കാം. പക്ഷെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നതും അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഈ 2 ഭാഗത്തും നിൽക്കുന്നുണ്ട്. റോഷ്നി ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇനി ക്ലാസ് കഴിയുമ്പോ ബാക്കി എല്ലാവരും കൂടെ റോഷ്നി അറ്റാക്ക് ചെയ്യുമെന്നൊരു പേടി. ഓക്കെ ഫ്രണ്ട്സ്, റോഷ്നി പറഞ്ഞതിലൊരു പ്രാക്ടിക്കൽ സൈഡ്. ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് റിസോഴ്സസ് എന്തായാലും വേണം അല്ലെ? കുട്ടികൾ എത്രയും ആവുന്നത് ഡെഫിനറ്റ്ലി അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ബേസിക് നീഡ്സ്, ഫുഡ് അല്ലെ, ഫുഡ്, വാട്ടർ, അവർക്കൊരു ഷെൽട്ടർ, അവർക്ക് വേണ്ടുന്ന ക്ലോത്ത്സ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എഡ്യൂക്കേഷന്റെ ടൈം ആകുമ്പോൾ എല്ലാ പാരന്റ്സും ചിന്തിക്കുന്നത് ബെറ്റർ എഡ്യൂക്കേഷൻ അല്ലെ. ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് എഡ്യൂക്കേഷനിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ലൈക്ക് അവർ വലുതാവുന്നതോറും ഓരോ ആവശ്യങ്ങൾ വരുന്നു. അവർക്കൊരു ജോലി കിട്ടി സെറ്റിൽ ആവുന്നത് വരെയും പാരന്റ്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഡെഫിനറ്റ്ലി. അത് ആൺകുട്ടികളാകുമ്പോൾ ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ വേറെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കൂടുതൽ കുട്ടികൾ വരുമ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യണം. പലപ്പോഴും അമ്മമാരെ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. ജോലിയുള്ളവർ അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ അതെല്ലാം പാതി വഴി ഉപേക്ഷിച്ച് കുട്ടികളെ നോക്കാനായിട്ട് അവർ വീട്ടില് അവരെ സംബന്ധിച്ച് ആ ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് ചെയ്തേ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സൈഡിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇനി അഖില എന്തോ പറയാൻ വരികയാണ്. യെസ് പ്ലീസ്. മിസ്സേ, എൻ്റെ അഭിപ്രായത്തില് 2 മക്കളെങ്കിലും മിനിമം ഒരു കുടുംബത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കൊച്ചിലെ തന്നെ, അതായത് കുഞ്ഞുങ്ങളുണ്ടായി പക്ഷെ സെയിം 1 വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഒരു കുട്ടി, അങ്ങനെ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല.
കാരണം എപ്പോഴും നമ്മൾ ഒരു കുഞ്ഞിന് കിട്ടേണ്ട അവന്റെ പ്രായത്തിൽ കൊടുക്കേണ്ട വാത്സല്യവും സ്നേഹവും കെയറിങ്ങും ആ ഒരു കുട്ടിക്ക് ഒരു 3-4 വയസ്സ് വരെ ഒരു കുട്ടിക്ക് അത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണ്. എല്ലാവരും ചിലവർ പലപ്പോഴും ഞാനിപ്പോ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അതായത് ഓരോ വയസ്സിന്റെ ഡിഫറൻസിലുള്ള കുഞ്ഞുങ്ങൾ, ഇവർ ഏകദേശം സ്വഭാവത്തിൽ വ്യത്യസ്തരായിരിക്കും. പക്ഷെ ഇവരുടെ ആവശ്യങ്ങൾ ഏകദേശം എല്ലായ്പ്പോഴും ഒരുപോലായിരിക്കും. അതായത് ഒരു അമ്മയുടെ സ്നേഹം, ഒരു അച്ഛന്റെ സ്നേഹം, അമ്മയുടെ അച്ഛന്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങണം, എന്നെ എടുത്തോണ്ട് നടക്കണം, എനിക്ക് ആ കളിപ്പാട്ടത്തിൽ ഇത്രയും നേരം കളിക്കണം, ഇത് പൊതുവായ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളാ. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആ ഏജ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഏകദേശം ഒരു 4 വയസ്സിന്റെ വ്യത്യാസമെങ്കിലും വേണം. അതാണ് എന്റെ അഭിപ്രായം. പിന്നെ 2 മക്കളും വേണം. കാരണം ചെറുപ്പത്തിലേ തന്നെ അവര് ഒറ്റയ്ക്ക് ഒരിടത്ത്, ഞങ്ങളുടെ വീട്ടില് ഞാൻ തന്നെ ആദ്യമായിട്ട് പ്രസവിച്ചപ്പം എന്റെ വീട്ടിൽ ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പൊ എല്ലാം അവന്റേതാണ്. ഈ വീട്ടിലെ ഈ സാധനം എന്റെയാ, ഇത് എന്റേതാ, ഇതെനിക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അവൻ അങ്ങനെ പറയുമായിരുന്നു. ആര് വന്നാലും നമ്മൾ മോനെ അതും കൂടെ കൊടുക്കണം, ഇന്നവർക്കും കൂടി ഷെയർ ചെയ്യണമെന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാൽ പോലും ഇത് എന്റെ മാത്രം വീടാ, എന്റെ തന്നാണെന്നുള്ള ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭാവത്തിലാണ് കുഞ്ഞ് വളർന്നു വന്നത്. പക്ഷെ അവനൊരു 7 വയസ്സായതിനു ശേഷമാണ് എന്റെ രണ്ടാമത്തെ മകൻ ഉണ്ടായത്. അതിനുശേഷം അവന് അത്ര ഏജ് ഡിഫറൻസ് ആയപ്പോ അവൻ ആ കുഞ്ഞിന്റെ അടുത്ത് ഭയങ്കര ഒരു ലാളനയാ ഉണ്ടായത്. കാരണം പരസ്പരം എടാ അത് എന്റേതാന്ന് പറയാതെ, അയ്യോ എന്റെ കുഞ്ഞു വാവയാണല്ലോ, സ്കൂളിൽ നിന്ന് വരുന്നതേ കുഞ്ഞിനെ കാണണം, ആദ്യം വന്ന് കുഞ്ഞിനെ കാണുമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അവൻ സ്കൂളിൽ നിന്നേ വരുന്നത്. അപ്പം അതുപോലെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഉണ്ട്. ഞാൻ മൂത്തവനെ അടിച്ച ഉടനെ ഇളയവൻ എന്റെ അടുത്ത് പറയും, അമ്മേ ഞങ്ങൾക്ക് വേണ്ട, എന്തിനാ എന്റെ ചേട്ടനെ അടിച്ചെന്ന് അവൻ പറയും. അവന് 3.5 വയസ്സേ ഉള്ളൂ. അവൻ പറയും. മൂത്തവനാണെങ്കിലും അങ്ങനെ തന്നെ, അമ്മേ അവൻ കുഞ്ഞല്ലേ, അവൻ ഈ ഭൂമി വന്നിട്ട് 3 വർഷമല്ലേ ആയുള്ളൂ, ഞാൻ ഈ ഭൂമി വന്നിട്ട് 10 വർഷമായല്ലോ, അപ്പൊ എനിക്ക് അവനെക്കാട്ടിലും അറിവുണ്ട്, അപ്പൊ ഞാനൊന്ന് ക്ഷമിക്കാം എന്ന് പരസ്പരം ഇവര് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പോഴ്. അതുപോലെ തന്നെ വീട്ടിൽ എന്തൊരു കാര്യം, ഒരു മുട്ടായി വാങ്ങിച്ചാലും രണ്ടുപേരും പങ്കിട്ട് കഴിക്കും. കൊച്ചാളിച്ചിന് നിർബന്ധം എടുത്താൽ പോലും അവൻ എന്തെങ്കിലും ഒരു സാധനം മൂത്തവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവന് മാത്രമായിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കിനും അവൻ അതിലൊരു പങ്ക് വെച്ചിരിക്കണം എന്നുണ്ട്. എന്റെ മൂത്തവന് സ്കൂളിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു മുട്ടായി കൊടുത്താൽ പോലും അത് സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി ചേർന്നാണ് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവര് മുൻപോട്ട് പോകുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണേ. നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ഡോക്ടർമാരാക്കണം, എഞ്ചിനീയർമാരാക്കണം, നല്ല രീതിയിൽ ഇന്ന ജോലി വേണം, ഇന്ന ജോലി വേണം. ഞാൻ പക്ഷെ എന്റെ മൂത്ത മോനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഞാൻ തരും, നീ വളർന്ന് നിന്റെ ഒരു സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ നിന്റെ തീരുമാനമാണ് നീ ഏത് മേഖലയിലേക്ക് ജോലി ചെയ്യണമെന്നുള്ളത്. പക്ഷെ നല്ലൊരു മനുഷ്യനായിട്ട് സഹജീവികളോടെല്ലാം പെരുമാറാനും, മുതിർന്നവരെ ബഹുമാനിക്കാനും, നമ്മുടെ കൂടുള്ളവർക്ക് ഷെയർ ചെയ്യാനും, കഷ്ടപ്പെടുന്ന ഒരാളെ കഷ്ടതയിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി സഹായിക്കാനും ആദ്യം നല്ലൊരു മനുഷ്യനാവാൻ പഠിക്കണമെന്നാണ് ഞാൻ എന്റെ മക്കളെ രണ്ടുപേരും, ഇളയവന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എങ്കിൽ പോലും ഞാൻ എന്റെ മൂത്ത ആളോട് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു വളർത്തുന്നത്. അതുപോലെ തന്നെ ഫോണിലാണെങ്കിലും ഏതെങ്കിലും വിശന്ന് കരയുന്ന ഒരു കുഞ്ഞിന്റെ വീഡിയോ കണ്ടാലും, ഒരു കഷ്ടപ്പാട് കഴിയുന്ന, ഞാനും സാധാരണക്കാരിയാണ് എങ്കിലും നമ്മളെക്കാൾ സാധാരണക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളുടെ വീഡിയോ കണ്ടാലും ഉടനെ തന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് സ്കൂളിൽ വിട്ടിട്ട് അവൻ വരുമ്പം ഞങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടല്ലോ മാം, ആ സമയത്ത് ഞാൻ രണ്ടുപേരെയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും കിടത്തിയിട്ട് ഞാനിത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, മോനെ കണ്ടോ ആ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് കണ്ടോ. അപ്പൊ നമ്മൾ, കാരണം ചില ദിവസം ചില കറി ഇല്ലെങ്കിൽ ഇവന്മാര് പറയും, അമ്മ അതില്ല, എന്താ അമ്മ ഇന്ന് അത് വെക്കാഞ്ഞത്, രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റാ, അതെന്താ വെക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയുമ്പോ ഇവന് ഒരു പക്ഷെ മനസ്സിലാവത്തില്ല. അപ്പൊ ഞാനിത് കാണിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ 2 മക്കളുള്ളപ്പോ മാം, ഇന്നത്തെ ലോകത്തില് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും കൂടി കൂടി പെരുകി പെരുകി വരുന്ന ഒരു കാലഘട്ടമായത്. നമ്മൾ ഒരു കുഞ്ഞിനെ തന്നെ നോക്കി അവനെ തന്നെ കെയർ ചെയ്ത് അവസാന കാലഘട്ടത്തിൽ അവൻ നമ്മളെ അകറ്റി നിർത്തുമെന്നല്ല, നമുക്ക് ആരുടെയും കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ എന്താണെന്നുള്ളത് നാളത്തെ കാര്യമാണ്. മനുഷ്യരുടെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു 2 മക്കളുള്ളപ്പം ഒന്നിനൊരാൾ അടുത്തില്ലെങ്കിൽ അടുത്തൊരാൾ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ 2 പെൺപിള്ളാരാ. എന്നെയും കല്യാണം കഴിച്ചത് ട്രിവാൻഡ്രത്താ, അനിയത്തിയെയും കല്യാണം കഴിച്ചത് ട്രിവാൻഡ്രത്താ. പക്ഷെ എന്റെ അമ്മൂമ്മയുടെയും അമ്മയുടെയും കൂടി ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകേണ്ടതുകൊണ്ടും എനിക്ക് എന്റെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലം എന്റെ വീടാണ്. കാരണം എനിക്ക് പ്രോഗ്രാമിന് പോവാൻ കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തിയിട്ട് പോകണം മാം. അപ്പൊ അവിടെ ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും വയ്യാത്തവരാണേ, എന്ത് 2 പ്രോഗ്രാം? പേർക്കും വയ്യ. അഖില എന്ത് പ്രോഗ്രാം? ഞാൻ ഡാൻസ് സിംഗറാണ് മാം. സിംഗർ. നാടൻപാട്ട്, ഗാനമേള എല്ലാത്തിനും പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രോഗ്രാം, ഇനിയിപ്പോ ഓണമൊക്കെ സീസൺ അല്ലേ, അപ്പൊ എനിക്ക് അവിടെ അമ്മയുടെ അടുത്ത് ഇവന്മാർ രണ്ടുപേരും നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്റെ അമ്മയും അമ്മൂമ്മയും, അത് തന്നെയല്ല ഒന്നാമത്തെ കാര്യം, ഇവർ രണ്ടും അങ്ങ് ഒറ്റപ്പെട്ടു പോകും, എന്റെ അമ്മയും അമ്മൂമ്മയും. അവർക്ക് വേറെ ആരും ഇല്ല. അപ്പൊ ഞങ്ങൾ 2 മക്കളായത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റുന്നത്.
ഇപ്പൊ അനിയത്തിക്ക് ആഗ്രഹം ഉണ്ടേ പോലും അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാറേ ഇല്ല. അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം പരസ്പര സ്നേഹവും ഒരു കൈമാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനുകമ്പയും സഹതാപവും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാനും, വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള 2 പേര് ഒരു വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ സ്വഭാവം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ തലമുറയിലേക്ക് വളർന്നു വരുമ്പം അവർ ഇച്ചിരൂടെ സമൂഹമായിട്ട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 മക്കള്, അതും ഒരു നിശ്ചിത കാലയളവില്, ഒരു 4 വർഷമെങ്കിലും ഗ്യാപ്പില് 2 മക്കൾ വേണമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ഓക്കെ അഖില, നൈസ്. അഖില കുറെ വ്യൂസ് പറഞ്ഞു, കുറെ മെസ്സേജസ് ആയിരുന്നു. ഒരു പക്ഷെ ഞങ്ങളും വീണ്ടും റീതിങ്ക് ചെയ്യേണ്ട കുറെ മെസ്സേജുകളാണ് അഖില പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ആൻഡ് എപ്പോഴെങ്കിലും ma'am. അഖിലയുടെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊന്നും അഖില ക്ലാസ്സിൽ പാടിയിട്ടുണ്ടോ? മിക്കവാറും ജോബ് സാറിന്റെ ക്ലാസ്സിലെല്ലാം പാടാറുണ്ട് മാം. അതെന്താ അങ്ങനെ? ജോബ് സാർ പറയും എന്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോ പാടാൻ. അത് ശരി, ഓക്കെ. എനിക്ക് തോന്നുന്നു ആരോ ഹാൻഡ് റൈസ് ചെയ്തു. ആതിരയാന്ന് തോന്നുന്നു. ആതിര എന്തെങ്കിലും പറയാനാണോ? ആതിര ബാലൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും അധികം ഷെയർ ചെയ്യാനുണ്ടോ? എനിവൺ? യെസ് മാം. ഫസ്റ്റ് പറയട്ടെ, അഖില പറഞ്ഞത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് അഖില പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിൽ അഖിലയോട് ഫസ്റ്റ് ഒരു താങ്ക്സ് പറയുന്നു. ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം മാം. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മോനുണ്ടായത്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ഒരു കുട്ടി മതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ റോഷിനി പറഞ്ഞ പോലെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ആണെങ്കിലും സ്നേഹം, കെയർ, ഇങ്ങനെയെല്ലാം നമ്മൾ ഒരാൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ എനിക്ക് ആ തീരുമാനം മാറ്റേണ്ടി വന്ന അതിലിപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ മോന് 6 വയസ്സായതിനു ശേഷമാണ് രണ്ടാമത്തെ ഒരു കുട്ടീനെ പറ്റി ആലോചിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം അവൻ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ചെറുതിലെ വളരെ പാവം കുട്ടിയായിരുന്നു. അപ്പൊ അവൻ കണ്ടു വളർന്നത് എൻ്റെ ചേച്ചിക്ക് 2 കുട്ടികളാണ്, സിബ്ലിങ്സ്. അപ്പൊ അവൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവരെ കാണുവാണ്. ചുറ്റിലുള്ള വീട്ടിൽ അവന്റെ ഫ്രണ്ട്സിന് നമ്മൾ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവന് രണ്ടുപേരും ഒത്ത് കളിക്കുന്നത് അവനിങ്ങനെ കാണുവാണ്. അപ്പൊ അവൻ മാത്രം ഒറ്റയ്ക്ക്. പക്ഷെ അവനിങ്ങനെ ഷടിയൊന്നുള്ള കുട്ടിയല്ല, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യും. അങ്ങനെ ഒരു പാവം കുട്ടിയായിരുന്നു. അപ്പൊ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഇവൻ എന്നോട് പറയാണ്, അവന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ രണ്ടാമത് പ്രസവിച്ചു കുട്ടി, അവൻ സ്വീറ്റ്സ് കൊണ്ട് കൊടുത്തു എല്ലാവരും സ്കൂളിൽ. അപ്പൊ ഇവൻ വന്നിട്ട് എന്നോട് പറയാം, അമ്മ എന്റെ ഫ്രണ്ടിന് വാവയുണ്ടായി അമ്മേ. അവന് ഭയങ്കര സന്തോഷം, അവന് എനിക്ക് സ്വീറ്റ് എല്ലാം കൊണ്ടെത്തുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടികളോട് പറയുമല്ലോ, വാവ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ചിരിക്കും, എന്റെ കൈ പിടിക്കും. ഇതൊക്കെ പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറയാം, അമ്മ എനിക്ക് ഒരു വാവ വേണം, ഞാൻ ഒറ്റക്കല്ലേ കളിക്കുന്നത്, അപ്പൊ എനിക്ക് കളിക്കാൻ ഒരു വാവ വേണം. അപ്പൊ ഞാനിങ്ങനെ തിങ്ക് ചെയ്യുവാണ്, കുട്ടികളെ ഏതെല്ലാം ലെവലിലാണ് അവർ ചിന്തിക്കുന്നത്. അവന് കളിക്കാൻ ഇപ്പം അയൽവക്കത്തെല്ലാം കുട്ടികളുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഇത് തോന്നിയത് കൊണ്ടല്ല, അവന് തോന്നുവാണ് എനിക്ക് സ്വന്തമായിട്ട് വേണം, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഭാവന വേണം തോന്നുവാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ശരി നമുക്ക് നോക്കാം, മോനൊരു കാര്യം ചെയ്യ്, മോനിങ്ങനെ ആഗ്രഹിച്ച കാര്യല്ലേ, അപ്പൊ നീ ഒന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു നോക്ക്, നമുക്ക് നോക്കാലോ ഭാവ്യനെ ദൈവം തരുമല്ലോ, നിനക്ക് സന്തോഷമായിട്ട് നീ പറയുന്നത് കേൾക്കുവാണെങ്കിൽ നമുക്കൊരു ഭാവ്യനെ കിട്ടുമെന്ന് പറയാം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞ് നെക്സ്റ്റ് അവന്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ പ്രഗ്നന്റ് ആയത് അറിയുന്നത്. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവനോട് പറയണം, കണ്ടോ നീ പ്രാർത്ഥിച്ചപ്പോ നിനക്കൊരു ഭാവനെ കിട്ടിയില്ലേ. അങ്ങനെ അവന് 6 വയസ്സുള്ളപ്പോഴാണ് എന്റെ മോളുണ്ടാവുന്നത്. അപ്പൊ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഭാവനെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കടക്കുന്ന ദിവസം ജൂൺ 1-ാം തീയതിയാണ് എന്റെ മോൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇവന് അന്ന് രാത്രി 31-ന് രാത്രി ഞാൻ അഡ്മിറ്റ് ആയി, രാത്രി ഡെലിവറി കഴിഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇവന് സ്കൂളിൽ പോകണം, പക്ഷെ ഇവന് പോകാൻ പറ്റുന്നില്ല. വാവനെ കണ്ടിട്ട് ഇവന് അവിടെ നിന്ന് പോകാനേ പറ്റുന്നില്ല. സ്കൂളിൽ പോയിട്ട് ഒരേ കരച്ചില്. മിസ് വിളിച്ച് എന്നോട് പറഞ്ഞു, ഇവൻ ഒരേ കരച്ചിലാണ്, ക്ലാസ്സിൽ നിൽക്കുന്നേ ഇല്ല. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി കൂട്ടുക ചെയ്ത്. അപ്പൊ അവനൊരു അനിയത്തി വന്നു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവേ അല്ല, അവനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ബഹളമാണ്, ഒന്നിനും സമ്മതിക്കില്ല, അവനുമായിട്ട് എപ്പോഴും അടിയും വഴക്കൊക്കെയാണ്. പക്ഷെ അവൻ പറയുന്ന കാര്യം ഇത്, അമ്മ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഭാവിയല്ലേ, അപ്പൊ അവള് ചെയ്യുന്നില്ല, ഞാൻ തന്നെ സഹിക്കണല്ലോ അമ്മ, അതുകൊണ്ട് കുഴപ്പമില്ല അമ്മ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയും. അപ്പൊ എന്റെ ഈ തീരുമാനം മാറ്റിയത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഒരു കുട്ടി മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് 2 കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ കളിയും ചിരിയും, അതുമല്ല അഖില പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് നമ്മള് ഇപ്പൊ ഈ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. കുട്ടികള് ചിലപ്പോ ചില സമയങ്ങളിൽ അവർ കുറച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടാം. അപ്പൊ അവർ ഈ വേൾഡിൽ ഒറ്റക്കാന്ന് അവർക്ക് ഒരിക്കലും ഫീൽ ആവാൻ പാടില്ല. അങ്ങനെ ഒരു ഇതിൽ നോക്കുമ്പോൾ
എന്തായാലും ഒരു സിബ്ലിംഗ് അത്യാവശ്യമാണ് മാം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കാലത്ത് അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. ഇപ്പോ നമ്മുടെ കൂടെ നമ്മുടെ പേരൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമാണ്. അപ്പൊ രണ്ട് പേരൻസ്, അച്ഛനും ഇല്ല അമ്മയും ഇല്ല, വേറെ ആരെയും നമുക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്കൊരു പാർട്ട്ണർ ഒന്നും ആ സമയത്ത് വന്നെന്ന് വരില്ല. അപ്പൊ അവരെപ്പം ഒരു ഒറ്റക്കായി പോകുന്ന ആ ഒരു ഫീൽ ഒരിക്കലും നമ്മളായിട്ട് മക്കൾക്ക് ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ വഴി അവരെ ഈ വേൾഡിലേക്ക് വരുന്നതാണ്. അവരെ ഒരിക്കലും ഒറ്റക്കാക്കിയിട്ട് നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പൊ എപ്പോഴും ഒരാൾക്ക് ഒരാൾ കൂട്ട് വേണം. രണ്ട് കുട്ടികൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നിങ്ങൾ എല്ലാരും കേട്ടല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓർ വി ക്യാൻ കൺക്ലൂഡ്. രണ്ട് കുട്ടികളെങ്കിലും വേണം, രണ്ടിൽ കൂടുതലായാലും സന്തോഷം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. അപ്പൊ രണ്ട് കുട്ടികൾ എന്തായാലും വേണം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പ്രാക്ടിക്കൽ സൈഡും പറഞ്ഞു. ബട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്വത്തിന് വേണ്ടി വഴക്കിടുന്നു, കേസ് കൊടുക്കുന്നു, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരത് കണ്ട് വിഷമിക്കുന്നു. അങ്ങനത്തെ കേസസും ഉണ്ട് അല്ലേ? പക്ഷെ അത് മാം ഒറ്റ കുട്ടിയാകുമ്പോൾ ഉണ്ട്, ഉണ്ട്. സംഭവിക്കുന്നുണ്ടല്ലോ. ഒറ്റ കുട്ടിയാകുമ്പോഴും സംഭവിക്കുന്നുണ്ടോ? ഒരു പരിധി ഈ കഴിയുമ്പോൾ കഴിഞ്ഞ വല്ലാണ്ട് ദിവസം ഈ ന്യൂസിൽ പാരന്റ്സിനോട് കണ്ടിരുന്നു മാം, ഒരു മകൻ മാത്രമേ ഉള്ളൂ. അച്ഛനെയും അമ്മേനെയും അനാഥാലയത്തിലെ 2 സ്ഥലത്താണ് ആക്കിയത്. അച്ഛൻ മരിച്ചുപോയി. എന്നിട്ട് അച്ഛനെ, ആ മരിച്ച അച്ഛന്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കാൻ സമ്മതിക്കാതെ മോനും ഭാര്യയും കൂടി വീട് പൂട്ടിയിട്ട് പോയി. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ കണ്ട ന്യൂസാണ് ഇത്. ഭയങ്കര സങ്കടം തോന്നിയ ഒരു ന്യൂസാ. ആ അമ്മ എത്ര സങ്കടപ്പെട്ടിട്ടാ ഇരിക്കുന്നത്. ന്യൂസ് കാണുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവിടെ പക്ഷെ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അയാൾ ഇടപെട്ടേനെ എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? ഒരു സിബ്ലിംഗും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാളും തീർച്ചയായിട്ടും അവര് ഒരാള് ചേട്ടൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ അനിയൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയാൻ ഒരാൾ കൂടി അവിടെ ഉണ്ടെങ്കിൽ ആ അമ്മ എന്നിട്ട് പിന്നെ അവിടെ നിന്നില്ല. അച്ഛന്റെ സംസ്കാരം കഴിഞ്ഞ ഉടനെ അമ്മ നേരെ അനാഥാലയത്തിലേക്ക് തിരിച്ചു പോവുക ചെയ്ത്. ഓക്കെ 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 ഫൈൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും കാണുന്നുണ്ടല്ലേ? ഒരു കുട്ടിയാകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി എല്ലാ റിസോഴ്സസും അവന് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത്. കാരണം അവർക്ക് നമ്മളുടെ കാലഘട്ടത്തെക്കാളും, ഐ മീൻ എന്റെ കാലഘട്ടത്തെക്കാളും അവരുടെ ചിറകുകൾക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ്. ചെറിയ ചെറിയ പ്രായം തുടങ്ങി അപ്പോഴേ അവരവരുടെ ആസ്പിരേഷൻ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അവർ പറക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളാണ്. നമ്മുടെ കൂടെ തന്നെ അവരുണ്ടാകും എന്നൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് ഒറ്റ മോനാണ്. ഹസ്ബൻഡ് എന്റെ സീനിയർ ആയിട്ട് കോളേജിൽ പഠിച്ചതാണല്ലോ. അപ്പൊ നമ്മള് ക്ലാസ്സിൽ ആരുടെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ കിട്ടും. അപ്പൊ സ്വീറ്റ്സ് ഷെയറിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞത് എനിക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. ഞാൻ ബ്രേക്ക് ആവുമ്പോഴേക്കും വന്ന് ഹസ്ബൻഡ്, അന്ന് എന്റെ സീനിയർ ആണ്, ഞാൻ ഒരു ഷെയർ ചെയ്യുമായിരുന്നു. ബട്ട് ആൾ ഓർക്കില്ല. സെയിം തന്നെ അവരുടെ ക്ലാസ്സിൽ സ്വീറ്റ്സ് എന്തെങ്കിലും കിട്ടിയാലും അയ്യോ ഞാൻ മറന്നു പോയി ജിഷ നിനക്ക് തരാന്ന് അങ്ങനെ പറയും. അപ്പൊ അത് ഫസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഫീൽ വരും. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചതിന്റെ ഒരു പ്രശ്നമാണെന്ന്. അതുപോലെ തന്നെ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളും ഒറ്റ മോളം. അപ്പോ അത് പോയി വരുമായിരുന്നു, കൊല്ലത്തുനിന്ന് ചെങ്ങന്നൂർ ട്രെയിനിൽ പോയി വരുമായിരുന്നു. അപ്പൊ എല്ലാം എന്നോടായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. എല്ലാം അതിന് അമ്മയായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. അമ്മയാണ് മുടി കെട്ടിക്കൊടുക്കുന്നത്. 2 സൈഡിലും പിന്നിയിട്ടിട്ടാ വരുന്നത്. കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒരു ദിവസം കക്ഷി വന്നപ്പോ മുടി ചുമ്മാ ഇങ്ങനെ വാരി വെച്ചിരിക്കുക, പിന്നിയിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ അതിനെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ പിന്നി കൊടുത്തു. അപ്പൊ അതൊക്കെ ആ കുട്ടി മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അതിനൊരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഇപ്പം ഇത്രയും ഏജ് ആയി കഴിഞ്ഞപ്പോ അതിന്റെ അമ്മ മരിച്ചു. നാച്ചുറൽ ഡെത്ത് ആയിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ അതിന്റെ മാരേജ് കഴിഞ്ഞുവെങ്കിലും ഇവർക്ക് കുട്ടികളില്ല. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുക. ഉള്ള സ്ട്രെസ് പറയാൻ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അവരവരുടെ കാര്യമായി എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ലല്ലോ. അതേസമയം നമുക്കൊരു കൂടപ്പിറപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള്, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഒരാൾ ഉണ്ടാകുമെന്ന്. ഞങ്ങള് 3 പേരായിരുന്നു എന്ന് ഞാൻ പറയാനായിട്ട് കാരണം ഒരാളിപ്പോ ഇല്ല. എനിക്കൊരു ചേച്ചി ഉണ്ട്, എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു എന്റെ താഴെ. അവനൊരു 10 years ബാക്ക് മരിച്ചു, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ലൈക്ക് ഞങ്ങൾ 3 പേരും തമ്മില് ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. ചെറിയ ചെറിയ വഴക്കുകളല്ലാതെ ഭയങ്കര സീരിയസ് ഇഷ്യൂസ് ഒന്നും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടായില്ല. ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നവരായിരുന്നു. കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുകയായിരുന്നു. അപ്പം അവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം അതൊരു വാക്കും തന്നെയാണ്, നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. അതും ഒരു കാര്യമുണ്ട്. അപ്പൊ മക്കളില്ലാത്ത അമ്മമാരും പറയും ഞങ്ങൾക്ക് ഇല്ലാത്തതിന്റെ ദുഃഖമാണ്, ഉള്ളവർക്ക് ഉള്ളതിന്റെ ദുഃഖം.
മക്കള് തമ്മിൽ വഴക്കടിക്കുന്നു സ്വത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ഞാൻ എല്ലാ ക്ലാസ്സിന്റെയും ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടി മതി എന്ന് പറഞ്ഞ് പാരന്റ്സ് ഇതുപോലെ എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ അവരറിയാതെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ ജീവന്റെ തുടിപ്പ് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് ഞാൻ അഗെയിൻസ്റ്റ് ആണ്. കാര്യം അവരൊരു കുട്ടി മതി എല്ലാം അതിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർക്ക് രണ്ടാമതൊരു കുട്ടിയും കൂടെ ആവാൻ തുടങ്ങുമ്പോൾ അതിനെ വേണ്ട എന്ന് വെക്കാൻ ഒരു റൈറ്റ്സും ഈ പാരന്റ്സിനില്ല. അങ്ങനെ ചെയ്യരുത്. ആ കുട്ടിയെ ഞങ്ങൾ നോക്കും, ഞങ്ങളുടെ കുട്ടിയാണെന്നുള്ള രീതിയിൽ തന്നെ അവര് മുന്നോട്ട് പോകണം. ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാനൊരു ടീനേജ് ഒക്കെ കഴിഞ്ഞ ഒരു മെച്യൂരിറ്റി ആയ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഞാനും ചേച്ചിയും തമ്മിൽ 1 വയസ്സും 4 മാസത്തിന്റെ ഡിഫറൻസ് ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതായത് പെട്ടെന്ന് തന്നെ എന്നെ കൺസീവ് ആവുമായിരുന്നു. അപ്പോ അന്നത്തെ കാലഘട്ടമല്ലേ, അച്ഛൻ ഉൾപ്പെടെ എല്ലാരും പറഞ്ഞു മൂത്ത കുട്ടിയെ നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ കുട്ടി വേണ്ട, അബോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. അമ്മയുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം നമ്മൾ ഓരോരുത്തരെ പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ ചേച്ചിയെ നോക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിലോ, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. അപ്പൊ ഓരോ കുട്ടിയും കൂടെ അങ്ങനെ ആ ഒരു ചെറിയ ഗ്യാപ്പില് നോക്കുക എന്നുള്ളത്, പക്ഷെ അതെനിക്ക് പോസിറ്റീവായി. കാരണം ചെറുപ്പം തുടങ്ങിയ ഞാനങ്ങ് സെൽഫ് മെയ്ഡായി. നമ്മൾ കുട്ടികളുടെ സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോലെ ചേച്ചി വളരെ വീക്കായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിരുന്നു. അപ്പോ ചേച്ചിക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മയും അമ്മൂമ്മയും എല്ലാവരും ചേച്ചിയായിരുന്നു ടേക്ക് കെയർ ചെയ്യാൻ. ഞാൻ ഒരു സൈഡിൽ കൂടെ അങ്ങ് വളർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് അന്ന് തുടങ്ങി നമ്മൾ സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്കിപ്പോ അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ചേച്ചിക്ക് പല കാര്യങ്ങളും തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് ചേച്ചിക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. ചേച്ചിക്ക് അതിലൊരു കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എവറി ടൈം whenever she needs I am there, ആ ഒരു രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചാലും ഈ വരുന്നത് ഒരു ജീവനാണ്, ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു വരുന്നതായിരിക്കും. അതിനെ വേണ്ടാന്ന് വെക്കാനുള്ള യാതൊരു റൈറ്റ്സും നമുക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. സോ അതിപ്പോ രണ്ടാമതായി 3ാമതായി നമുക്ക് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഇത്രയും എന്താ പറയാ പ്രായമുള്ള മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്കാണല്ലോ എന്തായാലും കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പോ അവർക്ക് അങ്ങനെ ഇപ്പൊ 1 മതി അല്ലെങ്കിൽ 2 മതി 3 മതി എന്ന് അവർക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് പ്ലാനിങ് എടുക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. ഉണ്ടായിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെക്കാൻ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. സോ അതാണ് ഞാൻ സെയിം വേയിൽ കൂടെ വന്നതാണ് മാം. എന്റെ സെക്കൻഡ് ബേബി നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത്. അപ്പൊ എന്റെ മൂത്ത കുട്ടിക്ക് 4 years ആയിരുന്നു. അതുകൊണ്ടല്ല, ഞാനപ്പോ ഇവിടെ നമ്മൾ ബാംഗ്ലൂരാണ് മാം ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ മോളുടെ സ്കൂളിൽ തന്നെ ടീച്ചറിന്റെ വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇന്റർവ്യൂ അല്ല, ഓൺലൈൻ കോവിഡ് ടൈം ആയിരുന്നു. അപ്പൊ ഓൺലൈനായിട്ട് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് എനിക്ക് അസിസ്റ്റന്റ് ടീച്ചറായിട്ട് അവിടെ ജോലിയൊക്കെ കിട്ടിയ സമയത്താണ് ഞാൻ വിചാരിക്കുന്നത് മെൻസസ് ഡിലേ ആവുമല്ലോ നമുക്ക്. പക്ഷെ എനിക്ക് എപ്പോഴും ഓൾവേസ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് PCOD തൈറോയ്ഡ് ഇഷ്യൂ ആണെന്ന് വെച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് ബേബി കെയറിങ് ആണല്ലോ എന്ന് ഡോക്ടർ പറയുന്നത്. ആ സമയമാണ് അറിയുന്നത്. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ ഡിസിഷൻ ആണ്, കാരണം നീ നാളെ എനിക്ക് ചിന്തിക്കുമ്പോൾ എന്റെ ഫ്യൂച്ചറാണ്, ജോലി കിട്ടി. പക്ഷെ എനിക്ക് വീട്ടിൽ ആലോചിച്ചപ്പോ ഒരു നിവൃത്തിക്കും എനിക്കത് ബേബിനെ വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിനോട് അങ്ങ് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ അറിയിക്കുകയാണ് ചെയ്തത്, ഇല്ല മാം പറ്റില്ല, എനിക്ക് കെയറിങ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അത് ഒഴിവാക്കി. അങ്ങനെയാണ് ഇപ്പൊ രണ്ടാമത്തെ ബേബി വന്നത്. എനിക്കും 4 years ഗ്യാപ്പിലായിരുന്നു. അതും പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യായിരുന്നു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫേമിലെ പർച്ചേസ് മാനേജർ ആയിരുന്നു ഞാൻ. ജോബ് ഡ്രോപ്പ് ചെയ്തു. 8 months വരെ പോയി എന്നുള്ളതാണ്. ലിഫ്റ്റിലൊക്കെ കുടുങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഓഫീസിലുള്ളവരെല്ലാരും പേടിച്ചെങ്കിലും എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ലിഫ്റ്റിൽ ആ പ്രഗ്നൻസി 7 month ആയിരുന്ന സമയത്ത് ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയി. ആൾക്കാരെല്ലാരും കൂടെ ഓടിക്കൂടി. ഞാൻ വളരെ കൂളായി നിൽക്കുന്നു. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയൊന്നുമില്ല. നമ്മൾ ആ സമയത്ത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ 8 months വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രശ്നമൊന്നും, ട്രാവൽ ചെയ്യാൻ ബസ്സിൽ തന്നെയാണ് പോയിരുന്നത്. അങ്ങനെ
എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ടൈം ഒന്ന് അവർ ഫ്ലെക്സിബിൾ ആക്കി തന്നു മതി. ഓക്കെ, അപ്പം എനിക്ക് വേണമെങ്കിൽ പർച്ചേസ് മാനേജർ കുറച്ചുകൂടെ ഞാൻ നല്ല പൊസിഷനിലേക്ക് പോയാല് പുറത്തേക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു ആ ഒരു ടൈമിൽ പർച്ചേസ് മാനേജറെ. അങ്ങനെ അത് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഒരു റിഗ്രഷനും ഇല്ല. കാരണം എന്റെ ട്രാക്ക് അതല്ലായിരുന്നു. എനിക്ക് ഒട്ടും പറ്റില്ല അങ്ങനെ ഉള്ള ജോബ്. കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടമായിരുന്നു. ആകെയുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ പല പല ഏരിയയിൽ നിന്നുള്ള ആളുകളുമായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കും. എന്റെ ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എന്റെ ആ ഒരു വോയിസ് തന്നെയാണ് എന്നെ അതിനകത്ത് ഷൈൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയത്. പക്ഷെ ഞാൻ ജോബ് റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു റിഗ്രഷനും ഇല്ലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം രണ്ടുപേരാവുന്നു. ഒന്നുകൂടി ഉണ്ട് മാം, അങ്ങനെ നമ്മൾ ഡൗട്ട്ഫുള്ളി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ബേബീസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മൂത്തയാൾ അപ്പൊ നമ്മളിപ്പോ ഒരു സങ്കടമായിരിക്കും, ഇമോഷണലി വീക്ക് ആയിരിക്കുന്ന സമയത്ത് ആൾക്ക് അറിയാം അമ്മ വീക്കാണ് അല്ലെ സങ്കടപ്പെടുത്തി, പക്ഷെ വന്ന് ചോദിക്കില്ല. പേടികൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ഫേസ് അവർക്ക് കാണണ്ട എന്തോ അവർ ചോദിക്കില്ല. പക്ഷെ ഇളയാൾ 2.5 വയസ്സായിട്ടേ ഉള്ളൂ. നമ്മൾ അവിടെ ഇമോഷണലി വീക്ക് ആണ്, നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മെൻസ്ട്രൽ പെയിൻ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ വന്ന് നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ തഴുകി അവർക്ക് അത് അറിയാൻ പറ്റും. നമ്മൾ എപ്പോഴാണ് വീക്ക് ആവുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുവാണോ എന്ന് അവർക്കത് അറിയാൻ പറ്റും. അപ്പൊ ഞാനും സെക്കൻഡ് ചൈൽഡാണ്. അപ്പം ചേച്ചി അവൾ ഡെയിലി അമ്മേനെ അച്ഛനെ വിളിക്കുന്ന ഒരാളല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമായിട്ടില്ല, അവളെ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പൊ അമ്മ ചോദിക്കും നീ എന്താ ഇന്നലെ വിളിക്കാഞ്ഞു നിൽക്കുമ്പോ അപ്പൊ അവള് പറയുന്നത് ഡെയിലി വിളിച്ചിട്ട് എന്തിനാ, ഇന്നലെ വിളിച്ചതല്ലേ അമ്മ. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് ദിവസം വരെ വിളിച്ച് ഓക്കെയാണ്, ദൂരെയാണല്ലോ, നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. അവിടെ എന്താ രാവിലെ ആയാലും വിളിച്ച് ചോദിക്കും. അപ്പൊ ചെറുപ്പത്തിൽ ഇതേപോലെ നമ്മൾ 1 വയസ്സുണ്ടായ മക്കളാണ്. ഞാൻ സെക്കൻഡ് ബേബി, ചേച്ചിക്ക് 1 വയസ്സായപ്പോ വേണോ വേണ്ടയോ അങ്ങനെ ഉണ്ടായ ബേബിയാണ്. അപ്പൊ സെയിം അവസ്ഥയാണ് എന്റെ മോളും. അപ്പൊ ഞാൻ വിചാരിക്കും ചിലപ്പോ അങ്ങനെയാണോ, അങ്ങനെയായിരിക്കാം ചിലപ്പം അവർക്കാണ് കൂടുതൽ അവരോട് കണക്ഷൻ ഉണ്ടാവുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ എവിടെ വരെ? ചില ക്ലാസ്സിൽ ഈ ടോപ്പിക് ഡിസ്കഷൻ വന്നപ്പോ ഭയങ്കര സൈലൻസ് ഒക്കെ ആയിരുന്നു. എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു ഈ ടോപ്പിക് അവരെ സങ്കടപ്പെടുത്തിയോ എന്നൊക്കെയായിരുന്നു എന്റെ ഒരു ഫീല്. ഓക്കെ, നമ്മൾ എവിടെ വരെ? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു മാം. പറയൂ. സെമിനാറിന്റെ കൂടെ മാം കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളോട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഏത് സെമിനാറാ? നമ്മുടെ പ്രൊജക്ട് സർവേ ഇല്ലേ, ഓക്കെ. അപ്പൊ സർവേ ചെയ്യുന്ന ആ ക്ലാസ്സിൽ മാം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ടീച്ചേഴ്സിന്റെ, സ്റ്റുഡൻസിന്റെ, പ്രിൻസിപ്പളിന്റെ, അങ്ങനെ മാം കുറച്ച് റെക്കോർഡിലൊരു ആക്ടിവിറ്റി അല്ലേ? ഇല്ല മാം, അന്ന് സർവേയുടെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. PKG നമുക്ക് ഇഷ്ടപ്പെട്ട 3 ടീച്ചേഴ്സിനെ പറ്റി എഴുതാൻ, അതുപോലെ ഒരു സ്കൂള്. 10 ക്വസ്റ്റ്യൻ അസൈൻമെന്റ്. അത് മാം പക്ഷെ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലല്ലോ, അല്ല നമ്മള് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. ഇല്ല. അപ്പൊ അത് കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ കുറെ ആളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് വന്നില്ലല്ലോ, ടൈം പോകുന്നതല്ലേ, അപ്പൊ നമുക്ക് ചെയ്ത് തീർക്കണല്ലോ. ഓക്കെ തരാം. അത് വിട്ടുപോയതായിരിക്കും. ഓക്കെ മാം. ഓക്കെ ഫൈൻ. ഞാനത് ഒന്ന് ഇപ്പൊ തന്നെ ഞാൻ കൊടുത്തേക്കാം. കാരണം അല്ലെങ്കിൽ ഇനി പിന്നെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ വിട്ടുപോകും. ഏത് ബാച്ചാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടില്ല. പിന്നെ സർവേ നമ്മൾ കയ്യിൽ വെച്ചാൽ മതിയല്ലോ. മാമിനോട് ഒന്നും കൂടി സർവേ കയ്യിൽ വെച്ചാൽ മതി. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി. മിനിമം 5 പാരന്റ്സ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ കളക്ട് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു, നോ പ്രോബ്ലം. മാം, ആ സർവേ ചെയ്യുമ്പോൾ പ്രൊജക്ടിന്റെ ഇത് ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ, അതേപോലെ വേണോ അത് ചെയ്യാൻ? അതെ, ഒരു റിപ്പോർട്ടായിട്ട്, ഒരു പ്രോജക്ട് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ? പറഞ്ഞു തന്നിരുന്നു മാം, പറഞ്ഞു തന്നിരുന്നു. ഓക്കെ മാം, താങ്ക് യു. MT9 അല്ലേ? യെസ് മാം. കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നു. അസൈൻമെന്റിന്റെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ?
ഇല്ല മാം. പക്ഷെ മാം നമുക്ക് റിയൽ ആ സമയത്ത് ക്ലാസ്സിൽ ഇല്ലായിരുന്നു. എല്ലാവരും പ്രാക്ടീസിന് പോകുന്നത് കൊണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന ആൾക്കാർ ആരും ഇല്ലായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഡൗട്ട് ഉണ്ടോന്ന് അറിയില്ല. യെസ് മാം, എന്തായാലും അതിനെ പറ്റി ഡൗട്ട് തന്നെയുണ്ട്. ആ PDF ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വരുമായിരിക്കും. PDF വന്നതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്താൽ മതി, അതോ ഒന്നുകൂടെ അത് പറയണോ? പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല, 5 minutes മതിയാവും. മാം നെക്സ്റ്റ് വീക്ക് ആകുമ്പം ബാക്കി പോയവരും വരും, അപ്പൊ ആണെങ്കിൽ അവർക്കൂടെ ഹെൽപ്ഫുൾ ആവും. കാരണം അസൈൻമെന്റ്, ഇതുപോലെ സർവേ, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുള്ളത്, റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇത് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല. ജയദേവ് സാറൊക്കെ ഭയങ്കര തിരക്കുള്ളവരാ. സാറിനൊക്കെ പേഴ്സണലി കുട്ടികൾ മെസ്സേജ് അയക്കുന്നു, അത് റെക്കോർഡ് എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ടാ സാറിന് അയക്കുന്നത്. ഇത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് പ്ലീസ് കേട്ടോ, നിങ്ങളായിരിക്കില്ല, ന്യൂ ബാച്ചസ് ആയിരിക്കും, പുതിയ ബാച്ചുകൾ ഉണ്ടല്ലോ, അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ. പുതിയ ബാച്ചിനൊക്കെ ഞാൻ തുടക്കം തുടങ്ങി റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, ഈ സിമ്പിൾ റെക്കോർഡ്സിന്റെ. അപ്പൊ അങ്ങനെ ആയിരിക്കാം. അപ്പോ അതൊന്ന് ഓർക്കുക. ഒരു പക്ഷെ ക്ലാസ്സിൽ കയറുന്നവർക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. ഈ റെക്കോർഡ് ക്ലാസ് കയറാൻ പറ്റാതെ വരുന്ന കുട്ടികളായിരിക്കാം മിക്കവാറും അങ്ങനെ ചെയ്യുന്നത്. അവര് ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണാനും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. സോ ജസ്റ്റ് ബ്രീഫ് ദ ഡീറ്റെയിൽസ് ക്ലാസ് റൂമിൽ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ അതൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് ബ്രീഫ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് അല്ലെ, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ പ്ലസ് ഉണ്ടാകും, മൈനസ് ഉണ്ടാകും, ശരിയല്ലേ? അപ്പൊ ആളുകളെ എന്താണോ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ, നമ്മൾക്ക് വരേണ്ട ഒരു ക്വാളിറ്റി. ചിലർക്ക് ദേഷ്യം കൂടുതലായിരിക്കാം, ചിലർ ചിലപ്പോ വളരെ ലേസി. കാരണം നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികൾ അങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. നമ്മളെ പോലെ തന്നെ ഒരാള് പെരുമാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ പെരുമാറുക. ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് ഒറ്റ മോനാണ്, അങ്ങനത്തെ ഒരു ചില പ്രശ്നങ്ങൾ ആൾക്കുണ്ട്. ആള് വിചാരിക്കുന്ന പോലെ മുന്നിൽ വരുന്ന ആൾക്കാർ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞു അതൊട്ടും അത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നെ എല്ലാ ആളും ഉദ്ദേശിക്കുന്നത്, ഒരു ബസ്സിൽ കയറുമ്പോ അടുത്തിരിക്കുന്ന ഒരാള് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും, ഒരു പരിചയം കൂടി ഉണ്ടാവില്ല, അയാളും ഞാൻ വിചാരിക്കുന്ന പോലെ പെരുമാറും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾ പല പല ഏരിയ എന്നുള്ളവരാണ്, പലരും തമ്മിൽ കണ്ടിട്ടില്ല, അറിയുന്നത് ഈ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും. ഇതൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണ്. പലപ്പോഴും ഈ കാണുന്ന പ്രൊഫൈൽ പിക്ചറും അതിൽ വരുന്ന പ്രൊഫൈൽ നെയിമും മാത്രമാണ് നമ്മളുടെ ആദ്യത്തെ പരിചയപ്പെടലിന്റെ ഭാഗമാവുന്നത്. പിന്നെ പേഴ്സണലി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല, ഒരു വൈബ്, ആ ഒരു വൈബുള്ളവർ ഒരേപോലെ കൂട്ടായിട്ടുണ്ടാവാം, ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ടാവാം. അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമ്മളുടെ രീതിക്ക് പറ്റാത്ത ഒരാളാണെന്നും കരുതി അയാളെ ഒറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല. ഈ ഒരു ബാച്ചിൽ നിന്നല്ല, എനിക്ക് ഒരു ബാച്ചിൽ നിന്ന് ഒരു കുട്ടി ഭയങ്കര വിഷമിച്ച് മെസ്സേജ് അയച്ചു, അത് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് വരെ തീരുമാനിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. ഞാൻ അതിനോട് ഇന്ന് ഞാൻ വിളിക്കുന്നില്ലേ, ഭയങ്കര തിരക്കായിരുന്നു, ആ കുട്ടിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു ഡേ ആയിരുന്നു. ഞാൻ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു സങ്കടം, ഭയങ്കര സങ്കടമായിരുന്നു ആ കുട്ടിക്ക്. കാരണം ആ ഗ്രൂപ്പിൽ അതിനെ ആവശ്യമില്ല എന്നുള്ള ഒരു കമന്റാണ് അതിന് കിട്ടിയത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പാടുണ്ട്. ഗ്രൂപ്പിൽ ഒരു അഡ്മിൻ ഉണ്ട്, അല്ലെങ്കിൽ കുറെ പേര് അഡ്മിൻ ഉണ്ടെന്ന് കരുതിയിട്ട് അവരവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും അല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കാൻ. അങ്ങനെയുള്ള കേസസ് വരുന്നു. ഒരിക്കലും മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് കയറുന്ന പുതിയ ബാച്ചാണ് അത്. കയറുന്ന ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ വരുന്നവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ കുട്ടികളെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ആ ഒരു ആക്സെപ്റ്റൻസ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ടീച്ചർ എന്നുള്ള നിലയിൽ. എത്ര ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PhD ഉണ്ടെന്ന് പറഞ്ഞാലും അതല്ല ഒരു ടീച്ചറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ടീച്ചറുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ആ കുട്ടികൾക്ക് റോൾ മോഡൽ ആയിരിക്കണം, കുട്ടികളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കണം, കുട്ടികളുടെ ഒരു മെന്റർ ആയിരിക്കണം, കുട്ടികൾക്ക് എപ്പോഴും ഒരു എക്സാംപ്ലർ ആയിരിക്കണം. കുട്ടികള് ഒരു ടീച്ചർ ജോബ് വേണമെന്നൊരു കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരും, എനിക്ക് ആ ടീച്ചറെ പോലെ ആകണം. അങ്ങനെ അവര് പറയൂല്ലേ, കൊച്ചു കുട്ടികൾ പറയും, എനിക്ക് ടീച്ചർ ചിരിക്കുന്ന പോലെ ചിരിക്കണം. അമ്മോട് പറയും, ടീച്ചർ ചിരിക്കുന്ന പോലെ അമ്മയ്ക്ക് ചിരിച്ചുകൂടെ. അങ്ങനെയൊക്കെ പറയുന്ന കൊച്ചുമക്കളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്ന നമ്മൾക്ക് വേറൊരാളെ ജഡ്ജ് ചെയ്യാനുള്ള ഇതുണ്ടോ, റൈറ്റ്സ് ഉണ്ടോ? ജഡ്ജ് ചെയ്യാൻ പാടില്ല, റൈറ്റ്സ് ഉണ്ടോ എന്നല്ല.
ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ ആണെങ്കിലും സെൽഫ് ജഡ്ജ്മെന്റൽ ആയിരിക്കണം. നമ്മളെ ജഡ്ജ് ചെയ്യണം, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ മീൻസ് നമ്മുടെ മനസ്സിനുള്ളിൽ നിറയെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിരിക്കും. ദേഷ്യം, സങ്കടം, വാശി, ഒരു കുട്ടി കുശുമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ മക്കളെ തന്നെയായിരിക്കും. ഓക്കെ, അഡൽട്സിനെ പിന്നെയും പോട്ടെ, ചെറിയ കുട്ടികളെ ആയിരിക്കും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. ഓക്കെ ഫൈൻ. ഇപ്പം ഈ ഒരു ഇത് ഞാൻ അയച്ചിട്ടുണ്ട്, ഇത് കിട്ടും ഉടനെ തന്നെ, ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ക്ലാസ് റൂമിൽ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ സർവേ എഴുതുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു റിപ്പോർട്ട് പോലെ തന്നെ എഴുതണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഷീറ്റ് ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു ഫ്രണ്ട് ഷീറ്റ്, ടോപ്പിക് എഴുതുക, റൈറ്റ് സൈഡ് കോർണറിൽ സബ്മിറ്റഡ് ബൈ പേര്, ബാച്ച് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ നമ്മളെന്താ അബ്സ്ട്രാക്ട് അല്ലെ, ആമുഖം. ഒരു ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആമുഖം, ഇതിന്റെ ആവശ്യകത, വൈ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ സർവേ ചെയ്യുന്നത്, അതായിരിക്കണം ആമുഖത്തിൽ വരുന്നത്. പ്രിഫൈസ്, അബ്സ്ട്രാക്ട് അല്ല പ്രിഫൈസ് കേട്ടോ, പ്രിഫൈസ്. ഫസ്റ്റ് പേജ് ഫ്രണ്ട് ഷീറ്റ്, സെക്കൻഡ് പേജ് പ്രിഫൈസ്, മൂന്നാമത്തെ പേജാണ് ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ കണ്ടന്റ്സ് എന്ന് എഴുതാം. 1, 2, 3 എന്നോ ABCD എന്നോ റോമൻ ലെറ്റേഴ്സിലോ എങ്ങനെ വേണമെങ്കിലും ആ കണ്ടന്റ്സിൽ നമുക്ക് നമ്പർ ചെയ്യാം. അതായിരിക്കണം, ആ ഓർഡറിലായിരിക്കണം നെക്സ്റ്റ് പേജുകളിൽ വരേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് എയിം ഓഫ് ദ പ്രോജക്ട്, കണ്ടന്റ്സിലെ ഒന്നാമത്തെ അതാണെങ്കിൽ നെക്സ്റ്റ് പേജിൽ ആ പ്രോജക്റ്റിന്റെ എയിം എന്താണെന്നുള്ളത്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, അങ്ങനെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലോ, അത് നമുക്ക് എഴുതാം. നെക്സ്റ്റ് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഇതാണ്, ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേറ്റ കളക്ഷൻ. ഇൻട്രൊഡക്ഷൻ, അല്ല, ഡേറ്റ കളക്ഷന്റെ മുന്നിൽ തന്നെ മെത്തേഡ്, ഡേറ്റ കളക്ഷന്റെ മുന്നിൽ മെത്തേഡ്. നിങ്ങൾ എന്ത് മെത്തേഡാണ് ഈ സർവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്? നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് പാരന്റ്സിന് കൊടുക്കുകയായിരുന്നു അല്ലെ, പാരന്റ്സിന് നേരിട്ട് കണ്ടു കൊടുത്തു, ചിലർക്ക് നമ്മൾ ഫോണിലൂടെ അയച്ചു കൊടുത്തു. ഏതാണോ നിങ്ങൾ എടുത്ത മെത്തേഡ്, ആ മെത്തേഡാണ് മെത്തേഡിൽ എഴുതേണ്ടത്. അപ്പൊ കണ്ടന്റ്സ് പേജിനകത്ത് ഓരോന്നും 1 by 1 പേര് ടൈറ്റിൽ കൊടുക്കുക. അടുത്തതിൽ എയിം ഓഫ് ദ പ്രോജക്ട്, ഇൻട്രൊഡക്ഷൻ, ദെൻ മെത്തേഡ്, ഉപയോഗിച്ച മെത്തേഡ്, നെക്സ്റ്റ് വൺ ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷന്റെ ആ ഷീറ്റ് ആണ് വരേണ്ടത്. 5 പാരന്റ്സിന് കൊടുത്ത ഡേറ്റയുടെ ഫില്ല് ചെയ്ത കാര്യങ്ങൾ ആ ഷീറ്റ് വയ്ക്കും. 10 പാരന്റ് ആണെങ്കിൽ 10 പേരുടെ ആ ഷീറ്റ് വെച്ചു. ഡേറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് അനാലിസിസ്. ഇത്രയും കളക്ട് ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്തു. പാരന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞത് അത് വെച്ചിട്ട് അനലൈസ് ചെയ്തു. ചില പാരന്റ്സ് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ്, അവർ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ. ചില പാരന്റ്സ് വളരെ ട്രഡീഷണൽ വേയിലാണ്, പണ്ടത്തെ പോലെ കുട്ടികളെ അടിച്ചും ശാസിച്ചും വളർത്തണം, അവർക്ക് ആവശ്യമുള്ളതൊന്ന് ഉടനെ പ്രൊവൈഡ് ചെയ്യരുത്, നമ്മൾ പറയുന്ന വഴി അവർ പോകണം, അങ്ങനെ പറയുന്നവരും ഉണ്ടാകാം. അത് അങ്ങനെ നിങ്ങൾക്ക് ആ അനാലിസിസിൽ അത് എഴുതാം. നെക്സ്റ്റ് വൺ ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. ചിലപ്പോൾ നിങ്ങളൊരു പാരന്റ് ആയിരിക്കാം, ഒരു ടീച്ചർ ആയിരിക്കാം, വട്ട് എവർ ഇറ്റ് ബി. നിങ്ങൾ ഒരു കുട്ടികളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മുടെ സ്വന്തം ഒപ്പീനിയൻ അത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ അല്ല, അതിന് മുമ്പ് സപ്പോർട്ടെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നത് ഓർക്കുള്ള സപ്പോർട്ട് എന്നായാലും മതി. അതായത് ഏതെങ്കിലും പാരന്റിന് ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർവെൻഷൻ ആവശ്യമാണെങ്കിൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതാണ് സപ്പോർട്ടിൽ വരുന്നത്. അതായത് പ്രോഗ്രസീവോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, വർക്ക്സ് ടു ബി ഡൺ അല്ലെ, പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യണം പ്രോഗ്രസീവ് ആയിട്ട്? ചിലയിടത്ത് ഇന്റർവെൻഷൻസ് നടത്തേണ്ടതുണ്ട്, അവർക്കൊരു അവയർനെസ്. നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഇടങ്ങളിലാണെങ്കിൽ ചിലര് നമ്മളോട് ചോദിക്കും, ആ ഒരു കാര്യത്തിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ. അതേസമയം അങ്ങനെയല്ല, നമ്മൾ കണ്ട പാരന്റ്സ് എല്ലാം ഓക്കെയാണ്, അവിടെ ഒന്നും ഇന്റർവെൻഷൻ ആവശ്യമില്ലെങ്കിൽ അത് ആ ഒരു സപ്പോർട്ടിലോ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണിലോ എഴുതാം. പിന്നെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം.
കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്ന പോലെ എഴുതാൻ ചെറിയ ചെറിയ പാരഗ്രാഫ്സ് മതി. ഇനി നിങ്ങൾക്ക് അതില് ലൈക്ക് ആളുകളുടെ പേഴ്സണൽ ഫോട്ടോസ് അല്ല, റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ പിക്ചേഴ്സ് ഒട്ടിച്ചാലും നന്നായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ടൈമേ ഉള്ളൂ, വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. നമ്മൾ എവിടെ വരെയായി? പേജ് നമ്പർ 96. എനിക്ക് PDF ആയതുകൊണ്ട് പേജ് നമ്പർ ചിലപ്പോൾ ഉണ്ടാവില്ലേ, ടെക്സ്റ്റ് ആയിട്ടാണുള്ളത്. ഓക്കെ മാം. Topic അപ്പം ഒന്ന് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അതില് ഡോക്ടർ മറിയ മോണ്ടിസോറി സേസ്, ഇനി അവിടെയാ തുടങ്ങാനുള്ളത്. എന്താ പറയാ, ബാച്ച് 8-നേക്കാളും നിങ്ങൾ കുറച്ച് മുന്നിലാണല്ലോ. ഒരു ബാക്കില ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലെ? ടോപ്പിക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോ മറിയ മോണ്ടിസോറി പറയുന്നത്, ഈവൻ ദോ ഒരു കുട്ടി ജനിക്കുമ്പോ സ്പിരിച്വൽ എംബ്രിയോ ആണെങ്കിലും ഇൻബോൺ പവേഴ്സ് ആ കുട്ടിയിലുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരണം. ആ കുട്ടിയുടെ മെന്റൽ എബിലിറ്റീസിനനുസരിച്ച് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. ഈ നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ അവൻ അവന്റെ സറൗണ്ടിങ്സിൽ നിന്നും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കേപ്പബിലിറ്റിയിലേക്ക്, തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് കുട്ടി പോവുള്ളൂ. അതേസമയം നമ്മൾ ഇതിനൊക്കെ തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് അറസ്റ്റ് ആകും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നമുക്കറിയാം കൊച്ചു കുട്ടികളുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. ഭയങ്കരമായിട്ട് അവര് കഥകൾ പറയൂല്ലേ. മിക്കപ്പോഴും കുട്ടികൾക്ക് വരുന്നതാണ് റബ്ബർ ക്ലാസ്സിൽ കൊണ്ടുപോയാൽ അത് ക്ലാസ്സിൽ എവിടെയെങ്കിലും തെറ്റിട്ട് തീർത്തി അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. എന്നിട്ട് അതെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര കഥ പറച്ചിലായിരിക്കും കേട്ടോ. അതവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി തന്നെയാണ്. നല്ല രീതിയിൽ ആ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആകുവാണെങ്കിൽ അവർ ഫ്യൂച്ചറിൽ അവർക്ക് അത് അവരുടെ കരിയർ അക്കാദമിക്സിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ക്രിയേറ്റീവ് ആകാനായിട്ട് കുട്ടികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ക്വാളിറ്റീസ് വേണം. പവർ ഓഫ് അറ്റൻഷൻ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, പിന്നെ ഇൻഡിപെൻഡൻസ്. അവർക്ക് തന്നെ ചെയ്യാനുള്ള ആ ഒരു ഇൻഡിപെൻഡൻസ് ഓർ ഓട്ടോണമി. അങ്ങനെ ഫ്രീഡം അവർക്ക് കിട്ടുന്നു, ഓൺ ഡിസിഷൻസ് എടുക്കുന്നു, അവര് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യും. പിന്നെ കുട്ടികളെ എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഈ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റിനെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവര് ഫാന്റസിയിലേക്ക് പോകും. 2 സൈഡ്, റിയാലിറ്റി ഫാന്റസി. ഒരു ഫാന്റസിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഫാന്റസിയിലേക്ക് കുട്ടികളെ ആക്കരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളും റിയൽ സ്റ്റോറീസ് ആയിരിക്കണം എന്നാണ് മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായം. അവര് കളിക്കുന്ന ഒരു റോൾ പ്ലേ ചെയ്യുവാണെങ്കിൽ അത് റിയൽ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം. ഡോക്ടർ പേഷ്യന്റ് അവർ കാണുന്നതാ, പിന്നെ ടീച്ചർ സ്റ്റുഡന്റ് അതും അവർ കാണുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഡ്രമാറ്റിക് പ്ലേ, റോൾ പ്ലേ എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോറി പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ ഫാന്റസി വേൾഡിലേക്കായി അവരങ്ങ് ചുരുങ്ങിപ്പോയി. കുട്ടികൾ ഫാന്റസി വേൾഡിലേക്ക് വിത്ഡ്രോ ചെയ്യുന്നതിന്റെ പല പല കാരണങ്ങളുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിൽ ഭയങ്കര അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിലുള്ള വഴക്ക് മൂലം കുട്ടി എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ അതിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഫാന്റസി വേൾഡിൽ അകപ്പെട്ടു പോകും.
ഓക്കെ, അങ്ങനെ കുട്ടി ഫാന്റസിയുമായിട്ട് കണക്റ്റഡ് ആകരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. എപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ മോണ്ടിസോറി സേസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ഇമാജിനേഷൻ ക്യാൻ ഹാവ് ഓൺലി എ സെൻസറി ബേസിസ്. അതിന്റെ താഴെ പോയിന്റ്സ് ആയിട്ട് ആ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് വരെ ഒന്ന് റീഡ് ചെയ്യാമോ? യെസ്. Ma'am ചേട്ടൻ ഓക്കെ. to develop child's imagination he should be provided with. അതാണ് മാം. ഓക്കെ. അതിന് മുമ്പത്തെ പാരഗ്രാഫ് പറഞ്ഞിട്ടില്ലല്ലോ. മറിയ മോണ്ടിസോറി സേസ്. ഇല്ല മാം. യെസ് പ്ലീസ്. Okay, ma'am. A. Lot of experience with real things. B. Concrete manipulation with concrete objects. C. Read real stories to children. D. Freedom. E. അതിന്റെ മുകളിലൊരു പാരഗ്രാഫ് ഇല്ലേ, അതും കൂടെ ഒന്ന് വായിക്കാം. അത് വായിച്ചിട്ട് പോയിന്റ്സ് പറയാം. Okay. Okay. Dr. Montessori says imagination can have only a sensory basis. The sensory education which prepares for the accurate perception of the different details in the qualities of the things is therefore the foundation of the observation of things and of the phenomena which present themselves to our senses, and with this it helps us to collect from the external world the materials for the imagination. അടുത്ത പോയിന്റ് വായിക്കട്ടെ മാം. ഓക്കെ. To develop child's imagination, he should be provided with lot of experience with real things, concrete manipulation with concrete objects, read real stories to children, freedom, chances to connect with nature, sensorial education as indirect preparation for later learning through imagination and abstraction, truth and reality, cosmic access to the cultural subject, response to the child's need for knowledge and truth. ഈ ഇമാജിനേഷൻ സെൻസറി ബേസിസിലായിരിക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടേഴ്സിൽ ഒന്നാണ് സെൻസസ്. ഈ 5 സെൻസസിന്റെ ബേസിസിലായിരിക്കണം കുട്ടിയുടെ ഇമാജിനേഷൻ പോകേണ്ടത്. അപ്പൊ സെൻസറി എഡ്യൂക്കേഷൻ ഇവരുടെ ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം കാണുന്നതും കേൾക്കുന്നതും അവർ തൊട്ടറിയുന്നതും ടേസ്റ്റ് ചെയ്തറിയുന്നതും എല്ലാം അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിന് ഹെൽപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ ഇതൊരു ഫൗണ്ടേഷൻ തന്നെയാണ്. കാരണം കാണുമ്പോൾ അവരത് ഒബ്സർവ് ചെയ്യുന്നു, അവരുടെ അറ്റൻഷൻ, പവർ ഓഫ് അറ്റൻഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം അവരവരുടെ സെൻസസിലൂടെയാണ് പറയുന്നത്. നമ്മള് ഹെലൻ കെല്ലറിന്റെ, എനിക്ക് തോന്നുന്നു നിങ്ങളും ചെയ്തതാണോ ഹെലൻ കെല്ലറിന്റെ ടോപ്പിക് ഒരു സെമിനാർ പോലെ ക്ലാസ്സിൽ എടുത്തതാണോ? ഓക്കെ, ഹെലൻ കെല്ലറുടെ കാര്യത്തിൽ 2 സെൻസസ് ആണ് ഹെലന് ഇല്ലാതായത്. ഡിസബിലിറ്റി ആയിരുന്നു ഹെലൻ ഉണ്ടായിരുന്നത് അല്ലെ. ഹെലൻ ബ്ലൈൻഡ് ആയിരുന്നു, അറ്റ് ദ സെയിം ടൈം ഡഫ് ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കണ്ണ് കുറെ നേരത്തേക്ക് മൂടി വെച്ചിരിക്കുന്നു, ചെവിയില് നിറയെ പഞ്ഞി വെച്ചിരിക്കുക, ഒന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ചെവി മൂടി വെച്ചിരിക്കുക. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കി. വേറൊരാള് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നത് അത് ഭയങ്കര ടഫ്. നമ്മൾ സംസാരിക്കുന്നത് പോലും നമ്മൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ 2 ഡിസബിലിറ്റീസ്, മെയിൻ ആയിട്ടുള്ള 2 സെൻസറി ഓർഗൻസ് ഹെലന് നോക്കിയിരുന്നില്ല. ബട്ട് ഹെലൻ അതിനെ ഓവർകം ചെയ്തു. ഹെലൻ അതിന് സപ്പോർട്ട് കിട്ടി. അനി സലവൻ എന്നുള്ള ഒരു ടീച്ചർ ഹെലന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, കമ്പാനിയനായിട്ട്. ഒരു 40 years കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. ഹെലന്റെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആണ് ഹെലൻ ഇന്ന് ലോകം അറിയുന്ന ഹെലനായി മാറിയത്. ഇല്ലെങ്കിൽ ഹെലൻ ആരോ ആയി എവിടെയോ തീർന്നു പോകേണ്ട ഒരു ജീവിതമുണ്ട്. അപ്പൊ മരണത്തിന് ശേഷം ഹെലൻ അറിയപ്പെടുന്നു. ഹെലന്റെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം മനസ്സിലാക്കിയത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സെൻസറി എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അതൊരു ഫൗണ്ടേഷൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. എക്സ്റ്റേണൽ വേൾഡുമായിട്ട്
കണക്ട് ചെയ്ത് എക്സ്റ്റേണൽ വേർഡിൽ നിന്ന് പലതും എക്സ്പീരിയൻസ് ചെയ്ത് ഇമാജിൻ ചെയ്താണ് കുട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് ചൂടുവെള്ളത്തിലൊന്ന് തൊട്ടു, ചൂടുണ്ടെന്ന് മനസ്സിലായി, പിന്നെ കുട്ടിക്ക് അറിയാം ആ വെള്ളം ചൂടുള്ളതാണ് അല്ലെങ്കിൽ അത് ചൂടുള്ളതാണ്, അത് ഞാൻ തൊട്ടാൽ എനിക്ക് കൈ പൊള്ളും അല്ലെങ്കിൽ വേദനിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അത് സെൻസ് ചെയ്തു. അതുകൊണ്ട് അപ്പൊ കുട്ടിയിൽ ആ ഒരു നോളജ് ആയി കഴിഞ്ഞു, സെൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ആ ടേസ്റ്റിനോട് ഇഷ്ടം, മധുരം, എരിവ്, പുളി, അപ്പം ആ ഒരു ടേസ്റ്റ് വൺസ് കിട്ടിക്കഴിയുമ്പോൾ യെസ് ഇതിന് ഇതാണ് ടേസ്റ്റ്, അപ്പൊ ഇനി അത് ഇഷ്ടമുള്ളതാണെങ്കിൽ അതത് കണ്ടിന്യൂ, അല്ലാത്താണെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ പറയും അല്ലെ. അപ്പൊ അതാണ് സെൻസറി എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കുട്ടികളുടെ ഡെവലപ്മെന്റിൽ. കുട്ടികളുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ അവരുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ അവർക്ക് പല രീതിയിൽ അവർക്ക് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യണം റിയൽ തിങ്സുമായിട്ട്. ഇപ്പൊ നാരങ്ങ പുളിയുണ്ട്, ആ പുളി ടേസ്റ്റ് ചെയ്തു, അതില് സ്വീറ്റ് പഞ്ചസാര മിക്സ് ചെയ്ത അത് മധുരം. അപ്പൊ അങ്ങനെ റിയൽ തിങ്സുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകും കുട്ടി. ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തു, വെള്ളം പാത്രം കമിഴ്ത്തിയാൽ വെള്ളം പോകുന്നു എന്ന് ചെറിയ കുഞ്ഞാകുമ്പോൾ മനസ്സിലായി. രണ്ടാമത് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ വെള്ളം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടി ചെയ്യില്ല, കമിഴത്തില്ല. അങ്ങനെ റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യിക്കുക. നമ്മളും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ സയൻസ് ഒക്കെ എടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഓരോ എക്സ്പെരിമെന്റിനെ പറ്റി പറയും. അപ്പൊ അത് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടീച്ചർ ചെയ്ത് കാണിക്കും അല്ലെ. അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ. ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവന്ന് അതിന്റെ കളർ മാറുന്നതും, അങ്ങനെ വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോഴും അല്ലാതെ സോൾട്ട് വാട്ടറിൽ ടച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലൈം വാട്ടറിൽ വിനീഗർ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ലിറ്റ്മസ് പേപ്പറിന്റെ കളറ് മാറുന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ 10th ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ടീച്ചർ കാണിച്ചിരുന്നത് 7th or whatever it. ഓക്കെ, അതാണ്. അപ്പൊ നമ്മൾ റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യിക്കണം. പിന്നെ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർക്ക് കാണാൻ പറ്റുന്നത്, അവർക്ക് ഫീൽ ചെയ്യുന്നത് ടാൻജിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെ, കോൺക്രീറ്റ് ആയിട്ടുള്ള. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് മനസ്സിലാവില്ല, പക്ഷെ നീളമുള്ള ഒരു സ്റ്റിക്കും നീളം കുറഞ്ഞ ഒരു സ്റ്റിക്കും വെച്ചിട്ട് നീളമുള്ള സ്റ്റിക്കിനെ കാണിച്ചിട്ട് ഇതിനാണ് ലെങ്ത് കൂടുതൽ, അപ്പൊ ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. അല്ലാതെ നീളം കൂടിയത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം ഫോർ മാനിപ്പുലേറ്റിംഗ്. അവർ പിന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് അവർ അതുകൊണ്ട് ആക്ടിവിറ്റി ചെയ്യാം. അവർക്ക് ഇമാജിനേഷൻ പലതായിരിക്കും. ഇപ്പൊ പിങ്ക് ടവർ കൊടുക്കുന്നു, കുട്ടി അത് വെച്ചൊരു ആക്ടിവിറ്റി ചെയ്യും. അപ്പൊ സെയിം ആക്ടിവിറ്റി പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ കുട്ടികൾ അതുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിലാക്കും, അതിനെ ട്രെയിൻ പോലെ ഓടിക്കും. പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസും കൂടെ കൊടുക്കുമ്പോൾ കമ്പൈൻഡ് ആയിട്ട് അതുകൊണ്ട് അവർ പല രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നു. അതാണ് മാനിപ്പുലേഷൻ. പിന്നെ റിയൽ സ്റ്റോറീസ് വായിച്ചു കൊടുക്കുക. പിന്നെ അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക. ഫ്രീഡം കൊടുത്താൽ മാത്രമാണ് അവരുടെ ഇമാജിനേഷൻ കറക്റ്റ് ആവും. പിന്നെ നേച്ചറുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യിക്കുക, അതിനുള്ള ചാൻസസ് കൊടുക്കുക. സെൻസോറിയൽ എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമാജിനേഷൻ, അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അവര് അസ്യൂം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കും. കുറച്ചുകൂടെ ഏജ് ആകുമ്പോഴേക്കും കാര്യം മുന്നിൽ കൊണ്ടുവച്ചില്ലെങ്കിലും നീളം കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ, വലിയൊരു നമ്പറിൽ നിന്നും 0 സബ്സ്ട്രാക്ട് ചെയ്താൽ എന്താണ് സെയിം നമ്പർ, വലിയൊരു ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്യില്ല, ഇതൊക്കെ പിന്നെ അവര് അസ്യൂം ചെയ്യുക. കാരണം അവിടെ അബ്സ്ട്രാക്റ്റ് ആണ് വരുന്നത്, അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യും. ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളോ ഫാന്റസിയോ ആയിട്ട് കണക്ട് ചെയ്യാതിരിക്കും. പിന്നെ കുട്ടിയുടെ നീഡ് ഉണ്ടാവും കാര്യങ്ങൾ അറിയാനുള്ളത്, നോളജും ട്രൂത്തും ഇതൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം കുട്ടിക്ക് ഉണ്ടാകും അല്ലെ. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആ ഒരു രീതിയിൽ കുട്ടിയെ ഒരു റെസ്പോൺസ് ഉണ്ടാകാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ബാക്കി ഞാൻ എടുക്കാം, കുറച്ചേന്ന് എടുത്തുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ടോപ്പിക് ഡിസ്കഷൻ ഇനി നിങ്ങൾ വരുമ്പോ ക്ലാസ്സിനും കൂടെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമില് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക. നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. ക്ലാസ്സിൽ റീഡ് ചെയ്യാതെ എല്ലാവരും ഒന്ന് വായിച്ചു വരിക. കണ്ടന്റ് ഒന്നും കുറയില്ല. ഞാനൊന്ന് അതിനെപ്പറ്റി പറഞ്ഞു പോവാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ കഴിഞ്ഞില്ലെങ്കിലും. എന്തായാലും മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിഫ്രഷിംഗ് സെഷൻ ഉണ്ട്, അത് ഞാൻ തന്നെയായിരിക്കും എടുക്കുക. അത് നൈറ്റ് സെഷൻ ആയിരിക്കും. അപ്പോൾ
അവരുടെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ഒരു റിവിഷൻ സെഷൻ മെയിൻ എക്സാമിന് മുമ്പ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് ma'am. യെസ് പ്ലീസ്. Okay. As we come to the end of today's class, let me share a short story with you. Story: The Lion and the Mouse. One day, a lion was sleeping in the forest. A little mouse came and accidentally ran across his nose. The lion woke up angrily and caught the mouse. The mouse pleaded, "Please let me go. One day I will help you." The lion laughed but set him free. A few days later, the lion was caught in a hunter's net. The mouse heard his roar, came quickly, and chewed the ropes. The lion was free. Moral of the story: no one is too small to help others. Thank you, ma'am. Okay, bye. Thank you so much. Have a nice day. പറഞ്ഞ കാര്യങ്ങളൊന്നും personally, okay.